കറിവേപ്പ് ഇങ്ങനെ തഴപ്പോടും പച്ചപ്പോടും നല്ല തളിർപ്പോടും നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറിവേപ്പിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. കറിവേപ്പിനെ കുറിച്ചുള്ളതായ വീഡിയോ ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇപ്പോൾ ഈ അടുക്ക് വന്ന ഒരു കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഈ കറിവേപ്പിൻ്റെ വീഡിയോ ഇടുന്നത്. കാരണം നമ്മുടെ ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ കണ്ടിട്ട് അതുപോലെ പിന്നെ ചെയ്തപ്പോഴും നല്ലതുപോലെ കറിവേപ്പ് തഴച്ചു വളർന്നു എന്നുള്ള ഒരു കമൻ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഇനിയും കറിവേപ്പ് നടാത്തവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കറിവേപ്പ് നട്ടു പിടിപ്പിക്കാം എന്നുള്ളതായ വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കാണിച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പായിരുന്നു. അപ്പം വളമൊക്കെ കൊടുത്തിട്ട് നല്ലതുപോലെ അന്ന് മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസത്തോളം ആയി ഇപ്പം വളമൊക്കെ കൊടുത്തിട്ട്. അപ്പം വീണ്ടും അതിൻ്റെ ചുറ്റിനുമൊക്കെ പുല്ലും, ഇടയ്ക്കൊക്കെ നമ്മൾ പുല്ല് പറിക്കാറുണ്ട്. എന്നാലും എത്ര നമ്മൾ പറിച്ചെന്ന് പറഞ്ഞാലും പുല്ലുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ കൊച്ചു കൈക്കുന്താരിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് വേണം, അതിൻ്റെ ചെവിടൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി കൊടുത്ത് പുല്ലൊക്കെ മാറ്റി കൊടുത്ത് ചെറിയ ഒരു തടം തുറന്ന് വെക്കണം. നാല് വഴിക്കുന്നും നമ്മൾ തടമൊക്കെ നല്ല വൃത്തിക്ക് എടുത്തു കൊടുക്കണേ. അപ്പം ഈ വളം എല്ലാവരുടെയും കയ്യിൽ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയാണ്. അപ്പോൾ ഓരോ ബിന്നിനകത്തും താണ്ട് ആക്കിയത് ഇഷ്ടം പോലെ ഇങ്ങനെ ഇരിക്കുക. നല്ല അടിപൊളി വളമാണ്. ഇതായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നല്ലതുപോലെ പൊടിഞ്ഞ് വളമായതാണ്. കണ്ടോ, ഇത് കണ്ടാൽ ആരും വിശ്വസിക്കത്തില്ല. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതായ സാധനങ്ങൾ വെച്ചിട്ട് കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുക. ഇതിനകത്ത് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. നമുക്ക് ആ കറിവേപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇടാം. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് നമ്മുടെ മരത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അറക്കപ്പൊടി എന്ന് പറയും, അല്ലെങ്കിൽ ഈർച്ചപ്പൊടി എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് തട്ടി നമ്മൾ വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം ചാക്കിനകത്തൊക്കെ കെട്ടി വെച്ചേക്കാന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് വളമായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പം ഞാനകത്ത് ഇപ്പം ചേർക്കുന്ന വളം എന്ന് പറഞ്ഞാൽ കിച്ചണിലെ കമ്പോസ്റ്റാണ്. കിച്ചണിലെ കമ്പോസ്റ്റ് ഇനി ആരും ഇല്ലെന്ന് പറയത്തില്ലല്ലോ. എല്ലാ വീട്ടിലും കിച്ചൺ കമ്പോസ്റ്റ് എന്തായാലും കിച്ചൺ വേസ്റ്റ് കാണും. അത് ഇതേപോലെ കമ്പോസ്റ്റ് ആക്കി എടുത്താൽ നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കോഴിവളം കാണിക്കുമ്പോൾ പറയും ഞങ്ങളുടെ വീട്ടിൽ കോഴിവളമില്ല, ചാണകം കാണിക്കുമ്പോൾ പറയും ഞങ്ങളുടെ വീട്ടിൽ ചാണകമില്ല എന്നൊക്കെ, ആട്ടുംപുഴുക്കയില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ കിച്ചൺ വേസ്റ്റ് എല്ലാ വീട്ടിലും ഉള്ളതാണ്. അപ്പം ഇത് നമ്മളെന്ത് വേണം, അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കാം. വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കിച്ചൺ കമ്പോസ്റ്റ്. ഒന്നേ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അറക്കപ്പൊടി ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇനോക്കുലം കിട്ടും, അത് ഇട്ട് കൊടുത്താലും നമുക്ക് നല്ലതുപോലെ ഈ കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇനി ഒരു വളപ്രയോഗം കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യുമ്പോഴാണ് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ വളമൊക്കെ പിടിച്ച് പുല്ലുകൾ കൊണ്ടുപോകാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല മാത്രം പിച്ചാനായിട്ട് ഓടി വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ കറിവേപ്പ് നട്ടാൽ എപ്പോഴും വളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെ കൊണ്ട് നട്ടാലും അങ്ങ് കിളിച്ചോളും. നമ്മുടെ മണ്ണിൻ്റെ ആയിരിക്കാൻ ചിലപ്പം നന്നായിട്ട് വരാറുണ്ട്. പിന്നെ ഇനി ഇല ഒടിക്കുന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇല ഒടിക്കുമ്പോഴും നമ്മൾ ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ മുകളിലോട്ട് പോകുന്ന തളിർപ്പുണ്ടല്ലോ, മണ്ടയുണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന മണ്ട ഒരുപാട് വലുതായതിൻ്റെ മതി കേട്ടോ. അങ്ങോട്ട് കൊണ്ട് നട്ടുടനെ 3-ാം മാസത്തിലെ മണ്ട ഒടിക്കണ്ട. ഒരു 6 മാസമൊക്കെ ആകുമ്പം തൊട്ട് നമുക്ക് അതിൻ്റെ മണ്ട ഒന്ന് കിള്ളി കൊടുത്താൽ ഒരുപാട് പൊക്കത്തിൽ പോകാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ചു വിട്ടാൽ ഇതേപോലെ ഒടിച്ചു വിട്ട് തളിർപ്പുകൾ അതാ നിൽക്കുന്നുണ്ടോ, എത്ര ശിഖരങ്ങളാണ് പൊട്ടിയേക്കെന്ന് നോക്കിക്കേ. കണ്ടാൽ അതിശയം വരും. കുറേ കൊമ്പുകളായിട്ട് കണ്ടല്ലേ,
ഇവിടെ നിന്ന് ഒന്ന് ഒടിച്ചു കൊടുത്തതേ ഉള്ളൂ, കുറേ കമ്പുകളായിട്ടുണ്ട്. അതുപോലെ ഓരോന്നും ഇങ്ങനെ ഒടിച്ചൊടിച്ച് കൊടുക്കുമ്പോൾ കുറേ കമ്പുകൾ വന്നോളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതേപോലെ മണ്ട ഒടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് പൊക്കത്തിലും പോകത്തില്ല, കുറേ കൊമ്പുകളും ഉണ്ടാവും. നമുക്ക് ഇഷ്ടം പോലെ കറിവേപ്പില ഒടിക്കാനും സാധിക്കും. ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കാം. ഇനി നമ്മുടെ കറിവേപ്പ് ഒന്ന് ചാഞ്ഞു പോകാതിരിക്കാനായിട്ട്, ഇപ്പം ഒരുപാട് ഇലയൊക്കെ ഉണ്ട്, നല്ല ഇങ്ങനെ തളർത്ത് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ചാഞ്ഞു പോകും കേട്ടോ. അപ്പം അതിൻ്റെതും ഇങ്ങനെ ചാഞ്ഞു വരികയാണ്. അപ്പം ഞാൻ വളം ഇട്ടപ്പോൾ ആ കമ്പ് അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഒരു കമ്പോ കമ്പിയോ എന്തെങ്കിലും നമ്മൾ നല്ലതുപോലെ അതിൻ്റെ ചുവട്ടിലൊന്ന് ഉറപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് കെട്ടി നിർത്തണം. എല്ലാം കൂടെ ചേർത്തൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പ് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളവും കൊടുത്തിട്ട് ചെറുതായിട്ട് മണ്ണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം. ഇപ്പം എത്ര കഴിക്കാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ആഹാരമൊക്കെ നനച്ച് കൊടുക്കുമ്പോൾ അവർ നല്ലതുപോലെ ആഹാരം കഴിക്കാനും അവരുടെ ശരീരമൊക്കെ പുഷ്ടിപ്പെടാനും തുടങ്ങും അല്ലേ. അതുപോലെയാണ് നമ്മുടെ ഓരോ സസ്യങ്ങളും. അവർക്ക് ഇടയ്ക്കൊക്കെ ഇച്ചിരി ആഹാരം കൊടുക്കുമ്പോൾ അവർ നന്നായിട്ടങ്ങ് വളർന്നു വരും. നല്ലതുപോലെ പിടിച്ചൊന്ന് കെട്ടിക്കൊടുത്തേക്കാം. അപ്പം ഇനി അടുത്ത ചേർക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാം. അടുത്താണ് അതിന് വേണ്ടിയത് ഒരു അരമുറി നാരങ്ങ എടുക്കുക. ഒരു ചെടിക്ക് ഒരു അരമുറി നാരങ്ങ എടുക്കുക. നമുക്ക് ക്ഷീണം വരുമ്പം എങ്ങനെയാണ് ഒരു നാരങ്ങ കുടിക്കുമ്പോൾ ക്ഷീണം മാറുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ കറിവേപ്പിനും. ഇതങ്ങോട്ട് ഒരു ഫ്രഷ് ഒന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി പഴകിയതായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ നീരെടുക്കുക. അപ്പം ഒരു മുറി നാരങ്ങയുടെ നീരെടുത്തിട്ട് അതിന് ഒരു മഗ് വെള്ളത്തിനകത്താക്കി നമ്മൾ ഈ ചെടിയുടെ ഇലയിലും ചുവട്ടിലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് തളിച്ചു കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് തളിച്ചാൽ മതി കേട്ടോ. ഇത് ഒരുപാട് പൊക്കത്തിൽ വിടാതെ നമ്മളിങ്ങനെ കുറ്റിയായിട്ട് നിർത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഇലയൊക്കെ പൊട്ടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഈ നാരങ്ങ പ്രയോഗം നല്ല ഗുണം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം, മറക്കരുത്. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പിന് വന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രയോഗം ഒന്ന് ചെയ്ത് നോക്കുക, മറക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഈ കറിവേപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കറിവേപ്പ് നട്ടുപിടിപ്പിക്കാത്തവരായിട്ട് ആരും കാണരുത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളക്കരയിൽ. പിന്നെന്ന് പറഞ്ഞാൽ കറിവേപ്പ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നട്ടുപിടിപ്പിക്കുക. വീട്ടിലുള്ളവർ നട്ടാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു പേടി, അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇതിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ തന്നെയാണ് ഇവിടെ കറിവേപ്പൊക്കെ നടാറുള്ളത്. 2015 ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അന്ന് മുതലേ കറിവേപ്പ് കൈ കിട്ടുന്ന കറിവേപ്പെല്ലാം ഞാൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ നടും. കാരണം ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിച്ച് കറിവേപ്പില ചോദിച്ചാൽ നമുക്ക് ലാവിഷായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത് മരത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ മാവാണ് തൊട്ട് മുകളിൽ നിൽക്കുന്നത്, എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തേക്ക് നിൽപ്പുണ്ട്. ഇപ്പം ആ തണലിൽ തന്നെ നിൽക്കുന്നതാണ്. നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യുന്നുണ്ട്, നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.